Yeah, ain't tryna be cool like you. Wobbling around in your high heel shoes, I'm clumsy. Made friends with the floor. 2 for 1, you know a bitch by 4. And 2 left feet, you know I always drop. First thing a girl did was a bop. And the whole damn cake and the cherry on top. Shook up the bottom, made a good girl pop. You ain't even here to party. Ken in the club tryna pipe a Barbie. I don't wanna go with the flow back then until I touch my toes. I don't wanna roll the boat. Wrist full of rocks and I hope I float. Big up yourself cause you know they don't. I chew cause they hope I show. I'm a bitch, I'm a boss. I'm a bitch and a boss, I'ma shine like gloss. Bitch and a boss, I'ma shine like gloss. I'm a bitch, I'm a boss. I'm a bitch and a boss, I'ma shine like gloss. I'm a bitch, I'm a boss. I'm a bitch and a boss, I'ma shine like gloss. I'm a bitch, I'm a boss. I'm a bitch and a boss, I'ma shine like gloss. On the after, you been the B4, I've been the stallion, you been the seahorse. Don't need a report, don't need a press run. All of my bad pics been all my best ones. I wear the hat and I wear the pants. I am advanced, so I get advanced and I do my dance and cancel the plans. Said boo, don't be mad cause you had a chance. Yeah, said I took it and I ran for it. I run it and I stand on it. Money on the floor when we dance. What's going on? You 3 girls are come to my cabin. ഇങ്ങനെയൊക്കെയാണ് സഖാക്കൾക്ക് ഇവിടെ നിന്ന് പടി ഇറങ്ങേണ്ടി വരും. നിങ്ങൾ ഇവിടെ പഠിക്കുന്നതിൽ കുട്ടികൾക്ക് പരാതിയുണ്ട്. ആർക്കാണ് മാഡം ആ പരാതി? ഞങ്ങൾ സഖാക്കൾ ചോര നീരാക്കി മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ കോളേജ് ഈ നിലയിൽ നിൽക്കുന്നത്. മാഡം ഈ പറയുന്ന പരാതിക്കാർക്കുണ്ടല്ലോ നേർക്ക് നേർ വരാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് മാഡത്തിനെ വിട്ട് ഇതൊക്കെ പറയിക്കുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. പിന്നെ എന്തായാലും ഇപ്പൊ നടന്ന ഈ അടിയുടെ പേരിൽ ഞങ്ങൾക്ക് പണിഷ്മെന്റ് തരുന്ന സ്ഥിതിക്ക് ആ ഫോം ഡിസ്മിസൽ ഫോമിലേക്ക് ആക്കിയേക്ക്. കുറെ വെയിലും മഴയും കൊണ്ട് മുദ്രാവാക്യം വിളിച്ചതാ ഈ കോളേജിന് വേണ്ടി. ഇനിയില്ല, കിട്ടുന്നതെല്ലാം കാറ്റിൽ ഊതിപ്പറത്തുന്നതായി ഈ കോളേജിൽ പലവരുടെ സ്വഭാവം. ഞങ്ങൾക്ക് പുതിയ ഓർഡർ വന്നിട്ടുണ്ട്. സെന്റ് അലോഷ്യസിലേക്ക് പോകണം, പോയി നേരെയാക്കണം. അവിടെ ഇവിടത്തേക്കാൾ നല്ലതാണെന്നാ പറഞ്ഞു കേൾവി. പിന്നെ ഞങ്ങൾ ഈ കോളേജിൽ നിന്ന് പോയി എന്ന് കരുതി സഖാക്കൾ മരിക്കുന്നില്ല. SFI യൂണിയൻ മുന്നോട്ട് പോകാനുള്ളത് ഞാനിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ കൈകടത്തി എന്ന് ഞാൻ അറിഞ്ഞാൽ ആര്യ എന്ന സഖാവിനെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ആരാധ്യ എന്ന നേതാവിനെ കൂടി കാണേണ്ടി വരും. മറക്കാണ്ട് ഓർമ്മയിൽ വെച്ചു. ഞാൻ വഴിയുള്ള ആരും SFI യൂണിയനെ തൊടില്ല, ഉറപ്പ്. സഖാക്കൾ ചെന്നാലും ഞാൻ അലോഷ്യസിലേക്ക് ട്രാൻസ്ഫർ വെക്കാം. ത്രിമൂർത്തികൾ കാലുകുത്താൻ പോകുക. ആ കോളേജ് ബാക്കി ഉണ്ടാവണേ കർത്താവേ. സഖാക്കളെ, നിങ്ങളില്ലാതെ എങ്ങനെയാ ഞങ്ങള്? ആദി, ഞങ്ങൾക്ക് പോയേ പറ്റൂ. ഞങ്ങളുടെ ഇവിടുത്തെ കടമ കഴിഞ്ഞു. അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫറും വെച്ചു. ഇനി നീ വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒറ്റ കോൾ. അതിനുള്ളിൽ ഞങ്ങളിവിടെ എത്തിയിരിക്കും. വിളിക്കുന്ന ഓരോ മുദ്രാവാക്യങ്ങളും ഉറച്ചതായിരിക്കണം. തെറ്റിനു വേണ്ടി ആയിരിക്കരുത്, ശരിയെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ആയിരിക്കണം ഓരോ മുദ്രാവാക്യവും വിളിക്കേണ്ടത്. ഞങ്ങൾ പോട്ടെ. മരിക്കുന്നില്ല സഖാക്കൾ, ഇനിയും മരിക്കുന്നില്ല. കോളേജിൽ നിന്നും പുറത്തു പോയാലും സ്റ്റുഡൻസിന്റെ മനസ്സിൽ ഇവർ അണയാത്ത തീർനാളങ്ങളാണ്. ഞാനിവിടെ ആരുടെയും ചൊൽപ്പടിക്ക് നിന്ന് അവരെ പറഞ്ഞു വിട്ടതല്ല. പിന്നെ ഫാദർ ഫ്രെഡിയുടെ നിർദ്ദേശമായി ഇവരെ അങ്ങോട്ട് വിടാൻ എനിക്കനുസരിച്ചല്ലേ പറ്റൂ. ഫാദറിനെങ്ങനെ ഇവരെ അറിയാവുന്നേ?
ഫാദർ ഒരു സഖാവായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഫാദർ പ്രിൻസിപ്പളായി കയറിയ കോളേജിൽ ഫാദറിനെ പോലെ ചങ്കൂറ്റമുള്ള 3 ആൺകുട്ടികളെ ഉള്ളൂ. ഫാദറിനത് പോരാ, 3 പെൺകുട്ടികൾ കൂടി വേണം. അങ്ങനെ കുറേ ഗേൾസ് കോളേജിൽ അന്വേഷിച്ചു. കുറേ ആ ഒരു രീതിയിലുള്ളവരെയൊക്കെ കിട്ടി. പക്ഷേ പാർട്ടീഷൻ്റെ പുറകിൽ നടക്കുന്ന പല കള്ളക്കളിക്കും ഈ കൂട്ടത്തിൽ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഫാദറിന് ചതിയും വഞ്ചനയുള്ളവരെ അല്ല വേണ്ടേ, സത്യസന്ധതയുള്ളവരെയാണ് വേണ്ടേ. സോ ഈ കോളേജിൽ അന്വേഷിച്ചപ്പോൾ അത് കിട്ടി. ഓ, ഫാദറിനറിയാവോ ആര്യ എന്ന ആരാധിയെക്കുറിച്ച്? അവൾ ഫൈറ്റിന് കയറിയാൽ പിന്നെ ചോര കണ്ടാൽ ഒരു ദാക്ഷിണ്യവും വെക്കാതെ കണക്കിന് കൊടുക്കൂന്ന്. ഞാനത് പറഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ അവിടെയും ഒരു സഖാവുണ്ട്, സോ അത് പ്രശ്നമല്ല എന്ന് ഫാദർ പറഞ്ഞു. ഓ, അപ്പൊ പ്രശ്നമില്ലായിരിക്കുമല്ലേ? എടാ മക്കളെ, ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ ത്രിമൂർത്തികൾ ഇവിടെ എത്തും കേട്ടോ. എന്റെ പൊന്നച്ചോ, ഞങ്ങൾ ആണുങ്ങൾ പോരെ SFI യൂണിയൻ, പെണ്ണുങ്ങൾ എന്തിനാ? ഈ കോളേജിൽ SFIയിലേക്ക് ബോയ്സ് മാത്രം പോരാ, ഗേൾസ് കൂടി വേണം. അതിനാദ്യം ആ കുട്ടികൾ വന്ന് ഈ യൂണിയനിൽ ചേരണം. സോ ഇങ്ങോട്ടൊന്നും പറയണ്ട, നിങ്ങൾ പൊക്കോ. പിന്നെ അദ്വൈത് എപ്പോഴാണ് എത്തുന്നേ? വരുന്ന വീക്ക് എത്തും. ഇനി വേണം എല്ലാത്തിനും തുടക്കം കുറിക്കാൻ. യെസ്, ഇതാര്? ആമി മോണോ? എന്റെ അച്ഛോ, വെള്ളക്കുപ്പായം അഴിച്ച് എന്നിരിക്കുന്നു. അന്ന് അച്ഛനായിട്ട് പണിയാനിരിക്കുക ആര്യ. അവൾ അങ്ങനെ പറഞ്ഞോ? എന്റെ പെങ്ങളായതുകൊണ്ട് പറയുമല്ല, അവൾ എന്ത് പറഞ്ഞോ അത് അവള് ചെയ്യും. അപ്പൊ അറിയാം. പിന്നെ എന്തിനാ ഒരു ദാക്ഷിണ്യവും കൂടാതെ തല്ലാൻ പറഞ്ഞ കൊന്നു തീർക്കുന്ന ഈ കോളേജിലേക്ക് ഞങ്ങളെ വിളിപ്പിച്ചേ? ഒരു രസം. ആര്യ അത് രസഗുളയാക്കാണ്ട് നോക്കിക്കോ. പിന്നെ പള്ളിയിലച്ഛനാകണം എന്ന് പറഞ്ഞ് മതം മാറി അച്ഛനായ അർണവേ. പതിയെ പറയടി കൊച്ചേ, ഇവിടെ ആർക്കും അതൊന്നും അറിഞ്ഞുകൂടാ. ശരിക്കും? എങ്കിൽ ഇതൊന്നും ഞാൻ പാട്ടാക്കും. മോളയാമി, ദൈവപാതയിൽ വരൂ, എല്ലാം നേരെയാക്കൂ, പഴയതെല്ലാം മറക്കൂ. ഞാൻ ഇപ്പൊ വിടുവാ, പിന്നെ എടുത്തോളാം. ബാക്കി രണ്ടും എപ്പോഴത്തേക്ക് എത്തും? മായ ഉച്ചക്കെത്തും, ആര്യ നാളെ എത്തത്തുള്ളൂ. അതെന്തേ? ആർക്കിട്ടോ പണി കൊടുക്കാനുണ്ടത്രേ. പണിയാകുമോ? ഇല്ലെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ പണിയാകൂന്ന് സാരം. എന്തിനാ പേടിക്കുന്നെ? ഒരാങ്ങളെ ഫാദർ, മറ്റേ ആങ്ങളെ DYSP, പിന്നെന്താ? അപ്പൊ അതിന്റെ ധൈര്യത്തിലാണ്. ഓ പിന്നെ, അവളെ അറിയാലോ, ആണുങ്ങളുടെ കല്യാണമ. തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ, ആരും കൂടി ഇല്ലേലും പണിയും. നീ ബിൽഡപ്പ് ഇടാണ്ട് ക്ലാസ്സിലോട്ട് പോകാൻ നോക്ക്. എങ്കിൽ പോയേക്കോ അച്ചോ. കർത്താവേ, കാത്തേക്കണേ അവളെ. അച്ഛനോട് പുതിയ സമാരം എന്നത്തേക്ക് വെക്കാം എന്ന് ചോദിക്കണം. എന്നിട്ട് ആരോനോട് സെറ്റാക്കാൻ പറയാം. അത് കഴിഞ്ഞിട്ട് അദ്വയോട് കാര്യം പറയാം. ഇയാളിന് എങ്ങോട്ടാ ഈ ലിക്കില്ല കാണാവില്ലാണ്ട് വരുന്നേ? ഹേയ്യോ, നേരെ നോക്കി നടക്ക്. ഹലോ, എന്റെ ദേഹത്ത് കിടന്ന് ഉറങ്ങിയത് മതി, എഴുന്നേറ്റ് പോകാവോ? സോറി. കണ്ണ് കാണില്ലേ? കാണാലോ. ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു ഹാൻസം ക്യാറ്റല്ലേ നിൽക്കുന്നേ.
നിന്റെ ഫ്ലേർട്ടിങ് നിർത്തിയിട്ടാ മാറി നിൽക്ക. എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. വെയിറ്റ്, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആ പേരൊന്ന് പറയുമോ? എത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒന്ന് പോടി അവിടുന്ന്. എന്തൊരു സാധനമാ! ഒരു പേരല്ലേ ഞാൻ ചോദിച്ചേ. നോക്കിക്കോ, ആ പോയതിനെ കൊണ്ട് എന്റെ പേര് ചോദിക്കും. ഇത് സഖാവ് അഭിരാമിയുടെ ഭാഷ. എടാ മോനെ ആശ്രയി, നിന്റെ അപ്പൻ ലൂക്കോസ് എല്ലാ ഞായറാഴ്ചകളിലും എൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിക്കും. പക്ഷേ നീ കുമ്പസാരിക്കാൻ വർഷത്തിൽ പോലും വരുവേല. മര്യാദയ്ക്ക് വരുന്ന ഞായറാഴ്ച വന്ന് കുമ്പസാരിച്ചോണം, കേട്ടല്ലോ? നോക്കട്ടെ അച്ചോ. എന്തു നോക്കട്ടേനാ? മര്യാദയ്ക്ക് വന്നോണം. പിന്നെ സമരം എന്നത്തേക്ക് വെക്കണം? അത് ഞാൻ പറയാം, പുതിയ സഹാക്കൾ കൂടി എത്തട്ടെ. അച്ചോ. ഏതാടാ വരുന്ന പുതിയ കൊച്ച്? ഈ കോളേജിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇങ്ങ വിളിച്ചാരാന്ന് ചോദിച്ചാലോ? പോകുന്ന വള്ളിയെല്ലാം തലയിൽ കയറ്റണോ? കയറ്റി പോയി ആരു? ഹേ ഗേൾ, ഇങ്ങ വന്നേ. എന്നാ ചേട്ടന്മാരെ റാഗിങ് ആണോ? ഹലോ, അറിയാത്തോണ്ട് ചോദിക്കാം. പുതിയതായിട്ട് വന്നൊരു കുട്ടിയെ വിളിച്ച് ഏതാ ഡിപ്പാർട്ട്മെന്റ്, ഏതാ ഇയർ, പേരെന്താ എന്നൊക്കെ ചോദിക്കുന്നതാണോ നീയൊക്കെ പറയുന്ന ഈ റാഗിങ്? സോറി, ഇതൊന്നും റാഗിങ് അല്ലായിരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞ് ഡാൻസ് കളിക്ക്, പാട്ടുപാട്, കോഴിയില്ലാത്ത കോഴിക്കറി, മീനില്ലാത്ത മീൻകറി, മുട്ടയില്ലാത്ത മുട്ട പൊളിച്ച് തുടങ്ങിയതെല്ലാം റാഗിങ്ങിൽ ഉൾപ്പെടും. എന്റെ പൊന്ന പെങ്ങളെ, നിന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലാത്തോണ്ട് വിളിപ്പിച്ചതാ. അതിന് ചേട്ടന്മാർ ഇവിടെയുള്ള എല്ലാവരും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അതില്ല. പിന്നെ ഒന്നുമില്ല പെങ്ങളെ, പെങ്ങള് പൊയ്ക്കോ. ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഒക്കെ ഒരു ധൈര്യമേ. പണ്ട് സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു, ബട്ട് ഇപ്പോ പുല്ലു വിലയാ. നീയല്ലേ അതിനെ ഇവിടെ പിടിച്ചു നിർത്തിയേ? ആണല്ലേ, എങ്കിൽ നമുക്ക് പോയി ഒരു ചായ കുടിക്കാം. നിന്റെ പൈസക്ക്. പട്ടി. എന്ത്? അല്ല, പോയി കുടിക്കാമെന്ന് പറഞ്ഞതാ. അത് എപ്പോഴത്തേക്ക് എത്തും? നാളെ രാവിലെ എത്തും. നീ എന്നെ തല്ലിയല്ലേ? ഒന്നില്ലല്ലോ, അതിന് ദൈവത്തിനോട് നന്ദി പറ. ഞാൻ ആ കോളേജിൽ നിന്നും പടിയിറങ്ങി എന്ന് വെച്ച് SFI യൂണിയനിൽ നിന്റെ കൈയിനി വീണാൽ അവിടം വരെ പോയ കാലും കാണില്ല, അവിടെ തൊട്ട കൈയും കാണില്ല. ഇത് പറയുന്ന സഖാവ് ആരാധ്യ. സോ മൈൻഡ് ഇറ്റ്. ഓട്ടടി ഇല്ലേലിക്കൻ പറമ്പിൽ ലിയ മാത്യൂസേ. നിനക്ക് എന്തിൻ്റെ കേടലിയ? അവൾ ആ കോളേജിൽ നിന്നും പോയിട്ടുള്ളൂ, അവിടെ ഉള്ളവരുടെ മനസ്സിൽ നിന്നല്ല. അതുകൊണ്ട് നീ ഇത് ഇവിടെ വെച്ച് നടത്തുന്നതാണ് നല്ലത്. ഉറപ്പിച്ചിട്ടില്ല എങ്കിൽ കാലം വന്ന് കൂട്ടു വിളിക്കുമ്പോൾ പോകാൻ റെഡിയായിരുന്നു. പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സിയെ അലറണ്ട, കാര്യം പറഞ്ഞതാ. வேட்டையாட போறா, அடங்காத கால போல மீச முறுக்கி வாரா. இவன் முன்ன நின்னாலே யமனுக்கும் கொலை நடுங்கும், இவன் பேர சொன்னாலே சிவனுக்கும் படபடுக்கும். இவனால 8 திக்கும் ஆளும் கல்வனை வெல்லும் கல்வன் வல்லவன் இவன். பேரம் புத்து என்றும் நல்லவன் இவன். നിനക്കൊക്കെ SFIയിലെ പിള്ളേരുടെ ദേഹത്ത് തന്നെ കൈവെക്കണമല്ലേ? അദ്വിക്, ഇനി ഞങ്ങളെ തല്ലില്ലേ, ഞങ്ങൾ ചത്തുപോകും. എങ്കിൽ ആരാ ഇത് ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ നിനക്കൊക്കെ ജീവനെങ്കിലും ബാക്കി കിട്ടും. പറയടാ. മുഹമ്മദ് അലി. അതാരാ? നിങ്ങളുടെ SFI യൂണിയനിലെ സിയാദ് മുഹമ്മദിന്റെ ബാപ്പ. ഓ, പക്ഷെ എന്തിന്? അയാൾക്ക് SFI എന്ന് പറയുന്നത് ദേഷ്യമാണ്. കൂടത്തിൽ മകൻ അതിൽ പോയി ചേർന്നതിന്റെ കലിപ്പ് തീർക്കാൻ പറഞ്ഞു ചെയ്യിച്ചതാ.
ഇനിമേൽ ആരുടെയെങ്കിലും കാലുനക്കി SFIയിൽ തൊട്ടാൽ പിന്നെ തൊട്ടവൻ്റെ തല ഞാനിങ്ങ് എടുക്കും. ഇത് പറയുന്ന സഖാവ് അദ്വിക. കേട്ടല്ലോ? ആരുവാണല്ലോ. ഹലോ, പറയടാ. നീ എവിടാ? ഞാൻ വീട്ടിലോട്ട് പോവാടാ. ആണോ? അത് പിന്നെ ഞാൻ വിളിച്ചതുണ്ടല്ലോ. സമരത്തിന്റെ കാര്യം ഫാദർ പറഞ്ഞു പുതിയ സഖാക്കൾ കൂടി വന്നിട്ട് തീരുമാനിക്കാന്ന്. അവർ ഇന്ന് വരാന്നല്ലേ പറഞ്ഞേ? വന്നില്ലേ? അറിഞ്ഞൂടാ. ഞങ്ങൾ ഫ്രണ്ടിലിരുന്ന് വരുന്നവരെ എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. ബട്ട് ആരെയും കാണാനൊരു സഖാവിന്റെ ലുക്കില്ല. നിരീക്ഷിക്കുന്നതൊക്കെ കൊള്ളാം. തല്ലൊന്നും മേടിക്കരുത് പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന്. അത് സഖാക്കൾക്ക് നാണക്കേടാണേ. ഓടരണ്ടി. വരുന്ന ത്രിമൂർത്തികളുടെ പേരറിയുവോ? ഇല്ല, വന്നിട്ട് ചോദിക്കണം. എങ്കിൽ ഞാൻ നാളെ എത്തിയേക്കാം. ഹാടാ. എന്താ ഇത്ര ആൾക്കൂട്ടം? SFI യൂണിയന്റെ നേതാവ് അദ്വൈക് ഒരാഴ്ചക്ക് ശേഷം എത്തിയതിന്റെ ആൾക്കൂട്ടമാണ്. ഓഹോ. ആ വരുന്നതാ സഖാവ് അദ്വൈക്. എന്റെ അമ്മ, എന്നാ എടുപ്പാകാണ്. ഇതുപോലെ തലയെടുപ്പുള്ള നേതാവിനെ വേറെ ഏതെങ്കിലും കോളേജിൽ കിട്ടുവോ? ഉണ്ടല്ലോ, ഞങ്ങളുടെ കോളേജിൽ. അതിന് നിന്റെ കോളേജ് ഏതാ? സെന്റ് മേരീസ് ഗേൾസ് കോളേജ്. കേട്ടിട്ടുണ്ടോ? പിന്നെ ഇല്ലാതെ. പേര് കേട്ട SFI യൂണിയനിൽ ഒരെണ്ണം അവിടുത്തേതല്ലേ? അവിടുത്തെ നേതാവിന്റെ പേര്? സഖാവ് ആരാധ്യ. അതല്ലേ ഉദ്ദേശിച്ചേ? ആ, അത് തന്നെ. ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ശരിക്കും? ആന്നേ. ഇതൊക്കെ അറിയാവുന്ന നീ ആരാ? സഖാവ് അഭിരാമി. എന്ന് വെച്ചാൽ സഖാവ് അദ്വൈകിന്റെ വലം കൈ ആശ്രയിനെ പോലെ സഖാവ് ആരാധ്യയുടെ വലം കൈ അഭിരാമിയോ? എല്ലാം അറിയാലോ. ആ, ഞാൻ നിങ്ങളുടെയൊക്കെ വലിയ ഫാനാ. ഓഹോ. അപ്പം ഇടം കൈ സഖാവ് അമ്മയെ എവിടെ? അവള് ദേ വരുന്നു. ഹായ് സഖാവേ. എന്താ ഇവിടെ? SFI യൂണിയന്റെ നേതാവ് അദ്വൈകിന്റെ വരവേൽപ്പ്. ഓഹോ. ആരാധ്യ ഇവിടെ വരാറായില്ലേ? ആ, ഇപ്പൊ വരും. ദേ വന്നല്ലോ. ഏതാടാ അത്? സഖാവ് ആരാധ്യ.